ഹലോ, ഞാൻ നിഖിൽ. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു നാടൻ ചില്ലി ചിക്കനാണ്. മസാലക്കൂട്ടുകളോ അല്ലെങ്കിൽ പൊടികളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന കാന്താരിയും നമ്മുടെ കറിവേപ്പിലയും കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു നാടൻ ചില്ലി ചിക്കൻ. ഒരു 1/2 കിലോ ചിക്കനുള്ള ഒരു കൂട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാം കൊച്ചുള്ളി, അതുപോലെ തന്നെ ഒരു പിടി കാന്താരി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കൊച്ചുള്ളിയും കാന്താരിയും അതുപോലെ തന്നെ ഇഞ്ചിയും നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം മൊത്തത്തിൽ ചതച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി എടുക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കാന്താരി ചതയ്ക്കാൻ തുടങ്ങാം. ഞാൻ കുറേശ്ശെയാണ് കാന്താരി ഇട്ട് ചതച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാന്താരി ഇപ്പം നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. കാര്യം അതിൻ്റെ മണികളെല്ലാം പുറത്തേക്ക് വന്നു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള കാന്താരിയും കൂടെ ചതച്ചെടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചതഞ്ഞ് കിട്ടണം. കാര്യം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തു. അത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന കറിവേപ്പില ഒടിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു. ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് ഇന്ന് ഔട്ട്ഡോറാണ്. ചുമ്മാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തതേ ഉള്ളൂ. നാട്ടിലൊക്കെ എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഒരു അടുപ്പ് കൂട്ടി നമ്മളൊരു അടുപ്പിൽ തന്നെ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ കരുതി. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയുടെ പകുതി, അവർക്ക് നമ്മൾ പകുതി മാത്രമേ ആദ്യം ചേർക്കത്തുള്ളൂ. ഇത് നമുക്ക് ഈ ഇറച്ചിയിലേക്ക് നല്ല ആ കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത്. നമ്മുടെ കറിവേപ്പില കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. കറി എണ്ണയിൽ കിടന്ന ഇഞ്ചി നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറേ നേരം. എന്നിട്ട് ഉള്ളി ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് നമ്മുടെ കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കുക. കാന്താരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ചെറുതായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഉള്ളിയുടെയും കാന്താരിയുടെയൊക്കെ കൂട്ട് നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഇറങ്ങി ആ വെള്ളത്തിലാണ് ഈ ചിക്കൻ ഇരുന്ന് വേവാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കാന്താരിയുടെയും നമ്മുടെ കറിവേപ്പിലയുടെ എല്ലാം കൂടെ ടേസ്റ്റ് ഈ ചിക്കനൊക്കെ നന്നായിട്ട് പിടിക്കും. അതാണ് ഈ സത്യത്തിൽ ഈ ചിക്കൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കും. ഒരു 10 മിനിറ്റ് ഓളം വെന്ത് വരാനുള്ളൊരു സമയം എടുക്കും. അത് നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് തുറന്ന് വയ്ക്കാം. കാര്യം വെള്ളം നന്നായിട്ട് പറ്റണം. അത് വറ്റിപ്പോണെങ്കിൽ നമ്മൾ തുറന്ന് തന്നെ വേവിക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റിയിട്ട് എണ്ണ തെളിയും. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എണ്ണ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ആ എണ്ണയും കുറച്ചും കൂടെ ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതും കൂടെ വറ്റും. ഇതിലേക്ക് നമ്മൾ ബാക്കിയിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബാക്കി ആദ്യം ഇട്ട കറിവേപ്പില എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് വെന്ത് പോകും. പക്ഷേ ഇപ്പോൾ ഇടുന്ന കറിവേപ്പില എന്ന് പറയുന്നത് അത് ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ക്രിസ്പി ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.